ഓവറോൾ എക്സാംസ് കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും കട്ടിയായതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കെമിസ്ട്രി ഒക്കെ പ്രത്യേകിച്ച് ഒത്തിരിയും കൂടെ ലെങ്തി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി നാൾ മുമ്പേ ഈ ഒരു സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് കാണിച്ചാണ് ശരിക്കും, അതുകൊണ്ടാണ് ഞാൻ ജെയിലേക്ക് തിരിയാൻ കാരണം. ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്, വേറൊന്നും ഇല്ല ശരിക്കും പറയാനായിട്ട്. ഒത്തിരി എക്സാംസ് ഇട്ടതിൽ കൂടെ തന്നെ ഒരു 400 ക്വസ്റ്റ്യൻസ് എക്സാമിലൂടെ മാത്രം ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റി. സാറുമാർ തരുന്ന ക്വസ്റ്റ്യൻസും ഒത്തിരിയേറെ കട്ടി കൂടിയതും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റി. അതുകൊണ്ട് അത് മെയിൻസിൽ വളരെയേറെ സഹായിച്ചത്. ഞങ്ങൾ ഒരേ രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും പറ്റിയിട്ടുണ്ട്. അവരുടെ നല്ലത് എനിക്ക് കിട്ടുകയും എൻ്റെ നല്ല അവർക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുമിച്ചൊരു നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മെയിൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡും ആക്യുറസിയാണ് വലിയൊരു കാര്യം. അതിൽ വേറെ അധികം നമുക്ക് എത്ര അറിയാം എന്നുള്ളതിനെക്കാട്ടിൽ സ്പീഡും ആക്യുറസിയാണ് മെയിൻസിൽ ഏറ്റവും പ്രധാനം. നമസ്കാരം. ഇത്തവണത്തെ JEE മെയിൻ എക്സാമിന് 99% സ്കോറിന് മുകളിൽ കരസ്ഥമാക്കിയ 300ഓളം വിദ്യാർത്ഥികളാണ് ബ്രില്യന്റിന് സ്വന്തമായിട്ടുള്ളത്. ഇതിൽ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്, മെൽവിൻ. മെൽവിനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് മെൽവിൻ എന്നാണ്. എൻ്റെ സ്ഥലം കോട്ടയത്താണ്. ഞാനിപ്പം റിപ്പീറ്റേഴ്സ് I-12 ബാച്ചിലാണ് പഠിക്കുന്നത്. വീട്ടിൽ ഗ്രാൻഡ് പേരൻസും പിന്നെ ഒരു അനിയനുമാണ് എനിക്കുള്ളത്. മെൽവിന് ഈ ഇത്തവണത്തെ എക്സാം ശരിക്കും ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിട്ടുള്ള, മീഡിയം ഡിഫിക്കൽറ്റി, അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നോ? എൻ്റെ ഷിഫ്റ്റ് മോഡറേറ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഓവറോൾ എക്സാംസ് കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും കട്ടിയായതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കെമിസ്ട്രി ഒക്കെ പ്രത്യേകിച്ച് ഒത്തിരിയും കൂടെ ലെങ്തി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കെമിസ്ട്രി ആയിരുന്നു കുറച്ച് ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ടായിരുന്നു. ഫിസിക്സും ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ശരിക്കും ഏത് സബ്ജക്റ്റ് ആണ് ഇപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ഏത് സബ്ജക്റ്റ് ആണ് മോനെ ഏറ്റവും എളുപ്പമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് പേഴ്സണലി മാത്സ് ആണ് എളുപ്പം. പക്ഷെ മൂന്നും ഒരേ കട്ടിയിൽ തന്നെയാണ് ചോദിച്ചിരുന്നത് അല്ലേ? അപ്പൊ ഈ മാത്സിന്റെ എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു മോൻ പഠിച്ച സമയത്തൊക്കെ എങ്ങനെയാ പഠിച്ചെടുത്തത് ഇതൊക്കെ? ഞാൻ ഒത്തിരി നാൾ മുമ്പേ ഈ ഒരു സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് കാണിച്ചാണ് ശരിക്കും, അതുകൊണ്ടാണ് ഞാൻ ജെയിലേക്ക് തിരിയാൻ കാരണം. ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്, വേറൊന്നും ഇല്ല ശരിക്കും പറയാനായിട്ട്. ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ അടുത്ത ഷിഫ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയം കൂടി ആണല്ലോ ഇപ്പം. അതെ. അപ്പൊ എല്ലാ സ്റ്റുഡൻസും ഇപ്പം മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും അതുപോലെ കെമിസ്ട്രി ആണെങ്കിലും ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ശരിക്കും പറഞ്ഞ ഈ പ്രോബ്ലം സോൾവിംഗ് ആണോ അതോ ബെറ്റർ മെത്തേഡായിട്ട് മുന്നിൽ തോന്നിയിട്ടുള്ളത്, അതോ നമ്മൾ ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണോ ഇനി ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്തായിരിക്കും? അത് ഓരോ ആളെ അനുസരിച്ചിരിക്കും. എന്നാലും എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം ഈ കൊല്ലത്തെ മെയിൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അത് ആരാണെങ്കിലും ചെയ്ത് നോക്കണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ കൺസെപ്റ്റ്സ് വീക്ക് ആയിട്ടുള്ളത് കൺസെപ്റ്റ്സും, ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് തോന്നുന്നത് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് തന്നെ ചെയ്യാനുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യനുമായിട്ടുള്ള ഒരു പരിചയം നമുക്ക് എപ്പോഴും എക്സാംസിന് എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഈ ബ്രില്യന്റ് എത്രമാത്രം ഈ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാൻ ബ്രില്യന്റ് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എക്സാംസിൽ കൂടെ ഞങ്ങൾക്ക് ഒത്തിരി എക്സാംസ് ഇട്ടതിൽ കൂടെ തന്നെ ഒരു 400 ക്വസ്റ്റ്യൻസ് എക്സാമിലൂടെ മാത്രം ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റി. അതുകൂടാതെ സാറുമാർ തരുന്ന ക്വസ്റ്റ്യൻസും ഒത്തിരിയേറെ കട്ടി കൂടിയതും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റി. അതുകൊണ്ട് അത് മെയിൻസിൽ വളരെയേറെ സഹായിച്ചത്. അതായത് നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ട് ആണെങ്കിലും മിക്കവാറും കുട്ടികൾക്കെല്ലാം വരുന്ന ഒരു പ്രശ്നമാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ പാനിക് ആകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എന്താണേലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് അത്രയും മീൻസ് എളുപ്പമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ആൾക്കാർ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും തിരിച്ചു കളയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവാതെ ദെൻ ഡിഫിക്കൽട്ട് ആണെങ്കിലും വളരെ ഓക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടുത്തെ മോഡൽ എക്സാംസ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിന് എന്തൊക്കെ കാര്യങ്ങൾ മോനി ചെയ്തു തരാൻ പറ്റിയിട്ടുണ്ടാവും? ലേണിംഗ് ആപ്പിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കൺസെപ്റ്റ്സ് വീക്ക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ചാപ്റ്റേഴ്സിന്റെ തിയറിയും അതേസമയം ക്വസ്റ്റ്യൻസും ഒക്കെ കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസും പല ക്ലാസ്സസ് അവൈലബിൾ ആക്കിയെന്നുണ്ടല്ലോ വേറെ അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ ഓരോ സബ്ജക്ട്സ് ആയിട്ട് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് തിരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി പ്രാക്ടീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലെ മോഡൽ എക്സാംസ് അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, ഈ കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, മറന്നുപോകും, വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അതെങ്ങനെയായിരിക്കും മോൻ അതിന് വേണ്ടി എങ്ങനെയാണ് പഠിച്ചതൊക്കെ? അതിന് ശരിക്കും
വീണ്ടും വീണ്ടും വായിക്കുക, പരിചയപ്പെടുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾക്കത് അയ്യോ എന്ന് തോന്നിയാലും എപ്പോഴെപ്പോഴും അത് കാണുക, പരിചയപ്പെടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി കെമിസ്ട്രി മൊത്തത്തിൽ ചെയ്യേണ്ടത് തന്നെയാണ്. ബിക്കോസ് നമ്മളുടെ JEE സബ്ജക്ട്സിൽ കാണാതെ പഠിക്കാനുള്ളത് കെമിസ്ട്രി മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുക, അവർ പറയുന്നത് പോലെ പറയുന്ന അത്രയും വട്ടം റിപ്പീറ്റ് ചെയ്ത് പോർഷൻസ് നോക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനിരിക്കുന്നത്. എത്ര മടുപ്പ് തോന്നിയാലും നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത്. അതെ, റിവിഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും കീ ആയിട്ടുള്ള ഒരു കാര്യം. അതെ അതെ. അല്ലേ? അപ്പം മോനെ പിന്നെ ഇവിടെ മെന്റേഴ്സിന്റെ ഒക്കെ ഹെൽപ്പ് മോൻ എങ്ങനെയൊക്കെയായിരുന്നു കിട്ടിയിട്ടുള്ളത്? ക്ലാസ് ടീച്ചേഴ്സും ഞങ്ങളുടെ വാർഡന്മാരും തന്നെ ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ ഗോകുൽ സാർ ആയിരുന്നു, പിന്നെ ബിനിൽ സാറും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒത്തിരി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് ഒന്ന് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്താലും ഒരു എക്സാം കഴിഞ്ഞിട്ടുള്ള സന്തോഷം ഷെയർ ചെയ്യാനാണെങ്കിലും അവരെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് അവരവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. അത് വിശ്വസിച്ച് ഇങ്ങോട്ട് വിട്ട് ആ പേരൻസിന്റെ ഒരു ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടുത്തെ ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ മോനെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ സൗകര്യങ്ങൾ വളരെയധികം നല്ലതായിരുന്നു. അതിൽ തന്നെ ഞങ്ങളുടെ കൂടെ വന്ന പിള്ളേരുടെ എണ്ണവും ഇപ്പം എൻ്റെ കമ്പനിയും എൻ്റെ കൂട്ടുകാരും എല്ലാവരും തന്നെ ഞങ്ങൾ ഒരേ രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും പറ്റിയിട്ടുണ്ട്. അവരുടെ നല്ലത് എനിക്ക് കിട്ടുകയും എൻ്റെ നല്ല അവർക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുമിച്ചൊരു നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതായത് ഹോസ്റ്റലും അതുപോലെ ബാക്കിയുള്ള എൻവയോൺമെന്റ് എല്ലാം വളരെ നല്ലതായിരുന്നു. ഇവിടെ നമ്മൾ റെഫറൻസിന്റെ ആ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ റെഫറൻസ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറി ഈ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും റെഫറൻസിലേക്ക് വരുമ്പോൾ ഞാൻ ഒത്തിരിയേറെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് റെഫറൻസ്. ഒരു ദിവസം പോലും മുടക്കാതെ പോയി ഇരിക്കുകയായിരുന്നു ഞാൻ റെഫറൻസിന്, ക്ലാസ് ടൈമിലും ഒക്കെ. അപ്പോൾ നമുക്ക് പഠിക്കാനാണേലും സാർമാരുടെ സഹായം തേടാനാണേലും ഒത്തിരി സൗകര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ ബ്രില്യൻറ്റിൽ. അത് നന്നായിട്ട് ഉപയോഗിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ റിസൾട്ടിന് കാരണമായേക്കുന്നത് ശരിക്കും. മോനിപ്പോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് ഒന്ന് പ്രിഫർ ചെയ്യുന്നത്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും? ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തായാലും IIT ആയിരിക്കുമല്ലോ അൾട്ടിമേറ്റ് എയിം. പക്ഷേ എനിക്ക് അതിനോടൊപ്പം തന്നെ IIScയും ISIയും CMIയും എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനോട് താല്പര്യമുണ്ട്. പ്യുവർ സയൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതും മനസ്സിൽ വെച്ചിട്ടുണ്ട്. എന്നാലും IIT തന്നെയാണ് പ്രധാന ലക്ഷ്യം. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഈ JEE മെയിൻ സെഷൻ 2 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പൊ അതിന്റെ ഒരു മോഡൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഫസ്റ്റ് സെഷൻ അത്യാവശ്യം നല്ലൊരു പെർസെന്റേജ് ക്ലിയർ ചെയ്യാൻ പറ്റിയ സന്തോഷത്തിൽ അഡ്വാൻസിലേക്ക് തന്നെ ഫോക്കസ് മാറ്റിയിട്ടുണ്ട്. ഇനിയും സെഷൻ 2ലേക്ക് പ്രിപ്പറേഷൻ അതിനോടൊപ്പം തന്നെ പോകാനാണ് സാർമാരും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ JEE അഡ്വാൻസ്ഡ് എന്നുള്ളതിലേക്ക് വരുമ്പം എന്തെങ്കിലും ഒരു ചേഞ്ച് പ്രിപ്പറേഷൻ ഒക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വരുത്തണം. ഇപ്പോൾ മെയിൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡോ ആക്യുറസി ആണ് വലിയൊരു കാര്യം. അതിൽ വേറെ അധികം നമുക്ക് എത്ര അറിയാം എന്നുള്ളതിനെക്കാട്ടിൽ സ്പീഡും ആക്യുറസിയാണ് മെയിൻസിൽ ഏറ്റവും പ്രധാനം. അഡ്വാൻസിലേക്ക് വരുമ്പോൾ നമ്മളുടെ അറിവ് തന്നെയാണ് അവിടെ പരിശോധിക്കുന്നത്. സോ നമ്മുടെ നോളജ് ഡീപ്പർ ആക്കുകയാണ്, കൺസെപ്റ്റ്സ് പഠിക്കുക, കൂടുതൽ കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് അഡ്വാൻസിൽ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ. അപ്പം ഒത്തിരി നല്ല കാര്യങ്ങളാണ് നമ്മുടെ മെൽവിൻ ഇപ്പം നമുക്കായിട്ട് പങ്കുവെച്ച് തന്നിരിക്കുന്നത്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സെഷൻ 2 വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനോട് എന്തായിരിക്കും പറയാനുള്ളത്? എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കൈവരും. എന്തായാലും നന്നായിട്ട് പഠിക്കുക, നല്ലൊരു എഫേർട്ട് ഇടുക. ആ ഒരു എഫേർട്ടിൽ തന്നെ നിങ്ങളുടെ റിസൾട്ടും ഉറപ്പാക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് എന്തായാലും വർക്കൗട്ട് ചെയ്യാതിരിക്കരുത്. നല്ലൊരു റിസൾട്ടിലേക്ക് വരട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മെൽവിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.